ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു പിന്നെ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നൊരു യാത്ര പോണേ. പാർക്കിൽ നിന്ന് കാറെടുത്ത് ഞാൻ വീട്ടിലെത്തി. ഇന്ന് ചേച്ചിയുടെ അളിയൻ്റെയും പിള്ളേരുടെ പോകേണ്ട യാത്ര. ഇന്നോട് ലച്ചുമില്ല. അവർക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ആസ്റ്റർ പോയി പിക്ക് ചെയ്യണം. വില തിരക്കുന്നതുകൊണ്ട് ആദ്യത്തെ റോറിൽ തന്നെ കയറി പറ്റിയിട്ടോ. റോറിലായതുകൊണ്ട് 15 മിനിറ്റുള്ളിൽ ഞങ്ങൾ ആസ്റ്ററിലെത്തി. അവിടെ നിന്ന് ലച്ചുവിനും പിക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴി ആലോ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ചിപ്സ് കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പോയത് ഏഴാറ്റുമുഖത്തേക്ക് കണ്ടാം. കുറേ നാളുകൂടി ഏഴാറ്റുമുഖത്ത് വരുന്നത്. കല്യാണത്തിന് മുമ്പ് ലച്ചുവിൻ്റെ കൂടെ അവസരമായിട്ട് എവിടെ വന്നത്. അവിടുത്തെ തൂക്കുപാലം ഉൾപ്പെടെ ഒരുപാട് കാഴ്ചകൾ കണ്ടു. പിള്ളേർ കുറച്ച് നേരം പാർക്കിൽ കളിച്ച് പിന്നെ ഒന്ന് കാര്യം നനച്ച് അങ്ങനെ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ്. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ പോയത് അതിരപ്പള്ളിയിലേക്കാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരു 10 വർഷത്തിന് ശേഷം അതിരപ്പള്ളിയിൽ വരുന്നത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലം കൂടിയാണല്ലോ ഇത്. കാറും പാർക്ക് തുറന്ന ഒരു മാങ്ങയും പൈനാപ്പിളും ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടാ. അടുത്ത് ഭംഗിക്കൊന്നും ഒരു കുറവില്ലെങ്കിലും പക്ഷേ വെയിൽ ഞങ്ങൾ ശരിക്കും പെടുത്തി. മാത്രമല്ല ഞങ്ങൾ നട്ടുച്ചക്കാണ് കയറി ചെന്നത്, അത് വേറെ കാര്യം. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. തിരക്കുണ്ടെങ്കിൽ അടുത്ത് പാർക്കിംഗ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു. അവിടെ തിരിച്ച് ചാലക്കുടിയെത്തി കുറച്ച് ലേറ്റ് ആയിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങൾ വേഗം തിരിച്ചറിയാൻ കാര്യം വേറെ ഒന്നുമല്ല, ലച്ചുവിന് നൈറ്റ് ഡ്യൂട്ടി കയറണം. നൈറ്റ് ഡ്യൂട്ടിയുടെ ഉറക്കം കളഞ്ഞിട്ടാണ് അവൾ വന്നത്. പിന്നെ അവൾ റഷാക്കലിൽ നിന്ന് ഞാൻ നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടാണ്. അങ്ങനെ ഒരുപാട് യാത്രകളിലൂടെ ഈ ഒരു ദിവസം കടന്നുപോയി.